മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധുതയില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്, എന്നാൽ വഖഫ് ട്രൈബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ അന്വേഷണം നടത്താനാകില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. വിഷ്ണു സുരേഷ് നിലവിൽ മുനമ്പത്താണുള്ളത്. എന്താണ് സമരസമിതിയുടെ പ്രതികരണം എന്നതിന്റെ വിശദാംശങ്ങളാണ് വിഷ്ണു സുരേഷ് നൽകാൻ പോകുന്നത്. വിഷ്ണു, ഇതിലിപ്പോൾ സർക്കാരിന് വിമർശനം നൽകുകയാണോ ഇങ്ങനൊരു കമ്മീഷനെ നിയമിച്ചതിൽ? കോടതി ഉത്തരവിലുള്ള സമരസമിതിയുടെ പ്രതികരണം എങ്ങനെയാണ്? ഈ മുനമ്പം ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കുന്നു. സർക്കാരിനും അതോടൊപ്പം തന്നെ ഈ ഭൂസംരക്ഷണ സമിതിക്കൊക്കെ തിരിച്ചടി എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് ഈ കമ്മീഷനെ നിയമിച്ച ഘട്ടത്തിൽ ഭൂസംരക്ഷണ സമിതിയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി. അവർ പന്തംകുളത്ത് പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. പക്ഷെ പിന്നീട് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അവർ വിശ്വാസത്തിലെടുത്ത് ആ സംരക്ഷണ സമിതിക്ക് ഈ കമ്മീഷനുമായി പൂർണ്ണമായി സഹകരിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. കമ്മീഷൻ നിലനിൽക്കില്ല, അല്ലെങ്കിൽ അതിന്റെ നിയമസാധുത ഇല്ല എന്ന് പറയും. ഇപ്പൊ സമരം 156 ദിവസത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വിധി കൂടി വന്നിരിക്കുന്നത്. ഇവിടെ സമരം ഇന്നും നിരാഹാരത്തിന് ആളുകളുണ്ട്. ഇതൊരു കോടതി വിധി വന്നിരിക്കുകയാണ്, വലിയ തിരിച്ചടിയാണ്. കോടതി വിധി ഞങ്ങൾ കമ്മീഷന് ആവശ്യപ്പെട്ടിട്ടല്ല. ഗവൺമെന്റ് അങ്ങനെ ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ഞങ്ങളുടെ വിഷമാണെന്ന് പറയാൻ വേണ്ടി തന്നെ ആണ് കമ്മീഷനെ നിയമിച്ചത്. ഗവൺമെന്റാണ് ഇത്രയും നാളും ഞങ്ങൾക്ക് ഇത് നീട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം ഉണ്ടായത്. അപ്പൊ ഈ ഗവൺമെന്റ് ഇടതും വലതും ഉള്ള ഗവൺമെന്റുകൾ ഞങ്ങൾക്ക് ഇപ്പോഴും എതിരായിട്ട് തന്നെ നിൽക്കുകയാണ്. പാർലമെന്റിൽ പോലും അവര് വഖഫ് ബില്ലിന് എതിരായിട്ട് തന്നെ ഇന്നും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടവരായി ഞങ്ങളിരിക്കണം. നിയമവും നീതി നിഷേധിക്കപ്പെട്ടവരായിട്ടാണ് ഇന്ന് മുനമ്പം ജനത ഇവിടെ ഇരിക്കുന്നത്. മനുഷ്യ ജീവനും സ്വത്തിനെയും സംരക്ഷണം നൽകാമെന്നുള്ള ആ നിയമം പോലും ഞങ്ങളിൽ നിന്ന് നീക്കി ഇവർ കളഞ്ഞ. ഞങ്ങൾ ഒരു ജീവന്റെ തുടിപ്പ് ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ പോരാടും. തീർച്ചയായിട്ടും ഞങ്ങളുടെ അവകാശത്തിന്മേൽ, ഞങ്ങളുടെ ഭൂമിയുടെ മേലുള്ള വഖഫിന്റെ കടന്നുകയറ്റത്തിനെതിരായിട്ട് ഞങ്ങളുടെ ജീവനൂടെ പണയം വെക്കേണ്ടി വന്നാലും രക്തച്ചൊരിച്ചിൽ ഇവിടെ ഉണ്ടാകേണ്ടി വന്നാലും ഞങ്ങൾ പോരാടും. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങളുടെ സ്ഥലം ഈ മണ്ണ് വിട്ട് ഞങ്ങൾ പോകൂല. എന്ത് തന്നെ വന്നാലും ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച 10-36 കൊല്ലം സകല അവകാശങ്ങളോടുകൂടി ഞങ്ങൾ ജീവിച്ചിരുന്ന ഈ ഭൂമി ഇപ്പൊ കടന്നു വന്ന് ഇത് വഖഫിന്റേതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനുവദിക്കൂല. ഞങ്ങൾ മരിച്ചു വീണാലും അനുവദിക്കൂല. ഞങ്ങൾ പോരാടും. ഈ പോരാട്ടം ഞങ്ങൾ നിർത്തൂല. ഞങ്ങൾക്ക് ശാശ്വത പരിഹാരം, ഞങ്ങളുടെ ആശങ്ക ഒഴിഞ്ഞു പോകുന്നവരെ ഞങ്ങൾക്ക് ജീവനുള്ള കാലത്തോളം ഞങ്ങൾ പോരാടി തന്നെ ഈ ഭൂമിയിൽ തന്നെ വസിക്കും. ആണ് 156 ദിവസത്തിലേക്ക് സമരം കടക്കുകയാണ്. സർക്കാരിൽ പൂർണ്ണമായ വിശ്വാസം ഇവർ അർപ്പിച്ചിരുന്നു. അതായത് ഈ കമ്മീഷനെ നിയമിക്കുമ്പോൾ സർക്കാർ ഞങ്ങൾക്കൊപ്പം എന്നൊരു തോന്നലുണ്ടാക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ അത് എങ്ങും എത്തിയില്ല. ആ കമ്മീഷൻ എങ്ങും എത്തുന്നില്ല. കോടതിയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുന്നു. ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം? സർക്കാരുമായി ഒരു സന്ധിക്കിനിയില്ല. പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തീരുമാനം. അവർ ഈ വഖഫ് ബില്ലിനെയാണ് അത് പ്രതീക്ഷയോടുകൂടി കാണുന്നത്. അതിലൊരു തീരുമാനം, ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്നൊരു സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ച് ഭൂമിയുടെ ഉടമസ്ഥാവകാശം തങ്ങൾക്ക് നൽകണം എന്ന ആവശ്യം അവർ ഉന്നയിക്കുകയാണ്. ഇനി കമ്മീഷനുമായി സഹകരിക്കില്ല. സർക്കാരിന്റെ വാക്ക് വിശ്വസിച്ചാണ് കമ്മീഷനുമായി സഹകരിക്കാൻ തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ ഇനിയിപ്പോൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകില്ല. സർക്കാരിന്റെ അധികാരം ഉപയോഗിക്കണം, തങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന ഉറച്ച ആവശ്യം പറഞ്ഞുകൊണ്ട് അവർ സമരം തുടരുകയാണ്. 156 ദിവസമാണ് ഭൂസംരക്ഷണ സമിതി മുനമ്പത്ത് സമരം നടത്തുന്നത്. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് ഹൈക്കോടതിയിൽ നിന്ന് ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. സിംഗിൾ ബെഞ്ചിന്റേതാണ് തീരുമാനം. ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്, ഏറ്റവും ഒടുവിലായി വരുന്നത് ഡിവിഷൻ ബെഞ്ചിലേക്ക് സർക്കാർ അപ്പീലുമായി പോകുന്നു എന്നുള്ളതാണല്ലോ. സർക്കാരിന്റെ നീക്കം എങ്ങനെയാണ്? ഇത് നേരത്തെ തന്നെ തീരുമാനമെടുത്തതാണ് അനുജ. കാരണം സിംഗിൾ ബെഞ്ചിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായാൽ അത് നേരെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോവുക എന്നുള്ളത് അവരുടെ തീരുമാനമായിരുന്നു. കാരണം ഇതൊരു വൈകാരികമായ വിഷയം കൂടിയാണ്. അത് കത്തിപ്പടരാതിരിക്കാൻ തൽക്കാലം ഈ വിഷയം കോടതിയിൽ തന്നെ നിർത്തേണ്ടത് സർക്കാരിൻ്റെ കൂടി ആവശ്യമാണ്. അതിനാൽ അവർ നേരത്തെ തന്നെ അക്കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നു. സിംഗിൾ ബെഞ്ചിൽ നിന്നും കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. സർക്കാർ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ അപ്പീൽ നൽകും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അനുജ, ഇത് നേരത്തെ ഈ കേസ് തള്ളും എന്നുള്ള കാര്യം സർക്കാരിന് തന്നെ അറിയാമായിരുന്നു. ആ വിധി, ആ ഒരു
പക്ഷേ ഇതിൽ കേസ് ശ്രീകാന്ത് കേട്ട നേരത്തെ തന്നെ കോടതിയെ സർക്കാർ അറിയിച്ചത് ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ അധികാരത്തോടെ പ്രവർത്തിക്കുന്നതല്ല. ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറയാമെങ്കിൽ പോലും ഇതൊരു വസ്തുതാന്വേഷണ കമ്മിറ്റിയാണ് എന്ന് കോടതിയിൽ സർക്കാർ അറിയിച്ചിരുന്നല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് കോടതി അത് മുഖവിലേക്ക് എടുക്കാത്തത്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഈ കേസിൽ വാദം കോടതി കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു ഈ നിയമനം അത് റദ്ദാക്കും, നിയമസാധുത ഇല്ലാത്തതാണ്, സർക്കാരിന് അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത്. പക്ഷേ ആ സമയത്ത് അത് നമുക്ക് പറയുന്നതിനും പ്രശ്നമുണ്ടായിരുന്നു, സബ് ജുഡീസാവും. നിലവിൽ അന്ന് നടന്ന വാദങ്ങൾ ഇങ്ങനെയാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം വഖഫ് ട്രിബ്യൂണലിന്റെ പരിഗണനയിലിരിക്കെ എങ്ങനെ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനാകും എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. വഖഫ് ഭൂമിയിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ സർക്കാരിന് കഴിയില്ലെന്നും വഖഫ് അല്ലാത്ത ഭൂമിയിൽ കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാരിന് അവകാശമുണ്ടെന്നും നേരത്തെ കോടതി പറഞ്ഞിരുന്നു. അതേ കാര്യം ഇന്നും ഇപ്പോൾ ഈ വിധി പ്രസ്താവത്തിൽ കോടതി ആവർത്തിച്ചിരിക്കുന്നു. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് ജുഡീഷ്യൽ അധികാരമില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അന്ന് പ്രാഥമികമായൊരു മറുപടി പറഞ്ഞു. അത് പക്ഷേ തലയൂരൽ മാത്രമായാണ് അന്നും നമ്മൾ കേട്ടത്. രാമചന്ദ്രൻ നായർ കമ്മീഷന് ജുഡീഷ്യൽ അധികാരമോ അർദ്ധ ജുഡീഷ്യൽ അധികാരമോ ഇല്ല എന്നാണ് അന്ന് സർക്കാർ പറഞ്ഞത്. വസ്തുതാന്വേഷണമാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ മുനമ്പത്ത് നടത്തുന്നത് എന്നും സർക്കാർ പറഞ്ഞു. പക്ഷെ അതൊന്നും കോടതിയെ ബോധ്യപ്പെടുത്താൻ തക്ക കാര്യങ്ങൾ ആയിരുന്നില്ല. സർക്കാരിന്റെ വാദങ്ങളിൽ കഴമ്പില്ല എന്ന് കോടതി കണ്ടെത്തി. അതെ, മനസ്സിരുത്തിയല്ല ഇങ്ങനെ ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ ഉത്തരവ് നടത്തിക്കൊണ്ട് പരാമർശിച്ചത്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിലാണ് സർക്കാരിന് കനത്ത തിരിച്ചടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നേറ്റിരിക്കുന്നത്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം തന്നെ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. അപ്പീൽ നൽകാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം.